ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം. അവിടെ പക്ഷേ കാലവർഷം കാലാവസ്ഥാ വകുപ്പ് പറയുന്ന പ്രകാരം ഒന്നുമല്ല ഇപ്പോൾ വരുന്നത്. കാലാവസ്ഥാ വകുപ്പ് ഒരു കാര്യം പറയും, പക്ഷേ അതിനൊക്കെ തകിടം മറിച്ചുകൊണ്ട് കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ വരുന്നു. ഇടവപ്പാതി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, പണ്ടൊക്കെ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ സ്കൂളിൽ പോകുമ്പോഴാണ് ഇടവപ്പാതി മഴ വരുന്നത്. പക്ഷേ കടുത്ത വേനൽ അനുഭവപ്പെടേണ്ട മെയ് മാസത്തിൽ തന്നെ കാലവർഷം എത്തുകയാണ്. അങ്ങനെ ഈ കുറേ കാലമായി കേരളത്തിൽ കാലം തെറ്റിയാണ് കാലവർഷം. അപ്പോൾ ഈ കാലവർഷം ഇടവപ്പാതി ഒരു ദുരിതപ്പാതി ആയി മാറുകയല്ലേ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്? തീർച്ചയായും നമ്മൾ കഴിഞ്ഞൊരു 10-20 വർഷം പറയേണ്ട ഒരു 15 വർഷക്കാലം 2000 മുതൽ ഒക്കെ ഇങ്ങ് വന്ന് ഒരു 2010 ആയി കഴിഞ്ഞ് ഒരു 15 വർഷക്കാലത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ വ്യത്യാസത്തിലേക്കാണ് പോകുന്നത്. 19 വർഷങ്ങൾക്ക് ശേഷം അല്ല 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മെയ് 24 മഴ വരുന്നത്. സാധാരണ ഒരു ജൂൺ 1, പിന്നെ അത് ജൂൺ 5 അങ്ങനെയൊക്കെയാണ് കാലവർഷം. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ കാലവർഷത്തിൻ്റെ ഒരു വലിയ ഈ വരുന്ന ഇടവപ്പാതിയുടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശക്തമായ കാറ്റ് വരുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ അതിശക്തമായ കാറ്റാണ്. ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ കറണ്ട് പോവുക, മരങ്ങൾ മുറിഞ്ഞു വീഴുക, അങ്ങനെ വലിയ അപകടങ്ങൾ വരും. ടെലിഫോൺ കണക്ഷൻ വിച്ഛേദിക്കപ്പെടുക, അങ്ങനെ വലിയ അപകടങ്ങൾ വരും. വാഹന അപകടങ്ങളൊക്കെ വരും കാറ്റ് വന്നു കഴിഞ്ഞാൽ. സ്കൂട്ടറിൽ ചെറിയ ബൈക്ക്, സ്കൂട്ടർ, ആട്ടോക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാണ്, വൻകിട വാഹനങ്ങൾ ഒഴിച്ച്. പിന്നെ അതുപോലെ തന്നെ ടാങ്കർ ലോറികൾ, അങ്ങനെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതൊരു കാലവർഷത്തിൻ്റെ വലിയൊരു പെയ്ത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ട്. ഇപ്പം തന്നെ നോക്കൂ, ഇന്നത്തെ കണക്കെടുക്കുമ്പോൾ, ഇന്നത്തെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ 36% മഴയാണ് നമുക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. 387 മില്ലിമീറ്റർ മഴ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ദിവസം വരെ. കഴിഞ്ഞ ഒരു മാസം മാർച്ച് 1 മുതൽ മെയ് 2 മാസത്തെ കണക്കെടുത്താൽ യഥാർത്ഥത്തിൽ 283.5 മില്ലിമീറ്റർ കിട്ടിയാൽ മതി. നമുക്ക് 36% കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. ലക്ഷദ്വീപിനാണെങ്കിൽ 44% കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. അതിൽ തന്നെ നോർമലായിട്ട് നിൽക്കുന്ന മഴ എന്ന് പറഞ്ഞാൽ അല്പം ഒരു 12% വരെ 15% വരെയൊക്കെ കൂടിയാലാണ് ഈ നോർമലായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ നോർമലായി നിൽക്കുന്നത് എന്ന് പറയുന്നത് തന്നെ 20% വരെ പറയാം. നോർമലായി നിൽക്കുന്ന 1, 2, 3 ജില്ല മാത്രമേ ഉള്ളൂ ഈ നോർമലായി നിൽക്കുന്നത്. ബാക്കി എല്ലാ ജില്ലകളും ആലപ്പുഴ, അതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി, ഈ 3 ജില്ല. വേറെ വളരെ രസകരമായൊരു നിരീക്ഷണമുണ്ട്. ഇടുക്കിയിൽ നോക്കൂ, മഴ കുറയുകയാണ്. നല്ല ഹൈ റേഞ്ചാണ്, അവിടെ നല്ല മഴ വരേണ്ടതാണ്. പക്ഷേ ഇടുക്കിയിൽ മഴ കുറയുകയാണ്. മറ്റ് ജില്ലകളിൽ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ, അതുപോലെ തന്നെ മാഹിയിലൊക്കെ വളരെ വലിയ മഴയാണ് വരുന്നത്. ഈ മഴയെ താങ്ങാവുന്ന രീതിയിലല്ല ഇപ്പോൾ കേരളം ഉള്ളത്, പല കാരണങ്ങളാലല്ല. അതുകൊണ്ട് തന്നെ ഇത് ദുരിത പെയ്ത്തെന്ന് പറഞ്ഞാൽ പോരാ, വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ജനങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. ഇതാണ് സ്ഥിതിയെങ്കിൽ നമുക്ക് പ്രളയം വരുമോ എന്നുള്ള കാര്യം അടക്കം ചർച്ച ചെയ്ത് നമ്മൾ ഗൗരവമായി മുന്നോട്ട് പോകേണ്ടതാണ്. അതെ, വളരെ ആശങ്കാജനകമാണ്. തിരുവനന്തപുരത്ത് വന്ന അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, ഓരോ മണിക്കൂറിലും കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് മാറുന്നുണ്ട്. രാവിലെ അഖിൽ നൽകിയ വാർത്ത പ്രകാരം ഏതാനും ജില്ലകളിൽ റെഡ് അലേർട്ടായിരുന്നു. പിന്നീട് അത് മാറി 14 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടായി. എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പെയ്യും എന്ന് മുന്നറിയിപ്പുണ്ട്. കാറ്റ് ഉള്ളതിനാൽ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. വിവിധ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ എന്താണ് പറയുന്നത് അഖിൽ? വിനോദ, നേരത്തെ നമ്മളോട് സംസാരിച്ച നമ്മുടെ ഈ ചർച്ചയിൽ സംസാരിക്കുന്ന കാലവർഷ വിദഗ്ധൻ അല്ലെങ്കിൽ പാരിസ്ഥിതിക വിദഗ്ധൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ പ്രകൃതിക്കും അല്ലെങ്കിൽ നമ്മുടെ ഭൂവിസ്തൃതിക്കും ഒക്കെ തന്നെ താങ്ങാൻ കഴിയുന്നതിലേക്കും അപ്പുറത്തേക്കാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ. അത് പ്രധാനമായും ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ അറബിക്കടലിലും ഉണ്ടാകുന്ന ന്യൂനമർദ്ദത്തിൻ്റെ ഒരു പ്രതിവേദനം ആയിട്ടാണ് ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മഴ അധികമായി വർദ്ധിച്ചു വരുന്നത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെയാണ്, രാവിലെ പുലർച്ചെ ആകുമ്പോഴേക്കും മലബാർ മേഖലയിൽ, അതായത് വടക്കൻ ജില്ലകളിലെ ഏകദേശം ഒരു 5 ജില്ലകളിലോളം, അതായത് തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ അതീവ തീവ്ര മഴയ്ക്ക്, അതായത് റെഡ് അലർട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് കുറച്ചുകൂടി കഴിഞ്ഞ 9 മണിയോടുകൂടിയുള്ള അടുത്ത മുന്നറിയിപ്പ് വരുന്ന സമയത്ത് 14 ജില്ലയിലും ഒരേപോലെയുള്ള ഓറഞ്ച് മുന്നറിയിപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കായി. പക്ഷെ അങ്ങനെ ഓറഞ്ച് മുന്നറിയിപ്പിലേക്ക് പോകുമ്പോഴും കാറ്റിന്റെ വേഗതയിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. മലബാർ മേഖലയിലാകട്ടെ അത് 50 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റായിരുന്നു. പക്ഷെ അത് മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് 40ആയും നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് 30ആയും കാറ്റിന്റെ വേഗത കുറയുന്നു എന്നതായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെയാണ്, ഈ മുന്നറിയിപ്പുകളിൽ മാറ്റം ഉണ്ടാകുമ്പോൾ പോലും ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്ന ഏറ്റവും നിർണായകമായ
വിവരമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. കാരണം ചില സമയത്ത് ഇപ്പോൾ ഓറഞ്ച് മുന്നറിയിപ്പാണ് നഗരത്തിൽ ഉള്ളത് എങ്കിൽ പോലും ചിലപ്പോൾ അതീവ മഴയായിരിക്കും ചിലപ്പോൾ ആ ജില്ലയിലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലോ മലയോര മേഖലകളിലോ ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരത്താണ്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഗ്രാമപ്രദേശത്തിലേക്കുള്ള യാത്രയിൽ നെടുമങ്ങാടിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നഗരത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് പക്ഷേ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ നഗരത്തിൽ നിന്നും ഈ ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നല്ല ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വാർത്തകളിലെല്ലാം തന്നെ നമ്മൾ ജാഗ്രതയോടെ കൂടി തന്നെ ജനങ്ങൾ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കി പുറത്തേക്ക് പോകണമെന്ന് നമ്മൾ ആവർത്തിച്ച് അവരോട് പറയാനുമുള്ള ഒരു കാരണം. മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറുതോണികളിലും ചെറുബോട്ടുകളിലുമായി മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ നിർദ്ദേശങ്ങൾ പാലിക്കണം. മാക്സിമം അല്ലെങ്കിൽ അത് മത്സ്യബന്ധനം ഒഴിവാക്കണമെന്നുള്ള തരത്തിലൊരു നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മലയോര പ്രദേശങ്ങളിലെ യാത്രകൾ മലയോര പ്രദേശങ്ങളിലെയും അതുപോലെ തന്നെ കടലിലേക്കുമുള്ള വിനോദസഞ്ചാരം എല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച് നമ്മളുടെ ഗസ്റ്റ് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ കാറ്റ് വീശുന്നത് കൊണ്ട് ചെറിയ വാഹനങ്ങൾ, അതായത് ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോകൾ തുടങ്ങിയ ചെറുവാഹനങ്ങളിൽ പോകുന്നവരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. ഈ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട്. നമ്മൾ സംസ്ഥാനത്തുടനീളം അത്തരത്തിൽ വാർത്തകൾ കേട്ടതാണ്. ഇത്തരത്തിൽ മരങ്ങൾ മുറിഞ്ഞു വീഴുന്നത്, മരങ്ങൾ പൂർണ്ണമായും കടപുഴകി വീഴുന്നത് അടക്കമുള്ള അപകടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മരങ്ങൾ കടപുഴകി വീഴുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുന്നുണ്ടാകുന്ന വൈദ്യുതി ആഘാതം അടക്കമുള്ള അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ റോഡുകളിലെ ചില വെള്ള ഒഴുക്ക് കാരണം ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സുരക്ഷിതരായി ഇരിക്കുക എന്ന് തന്നെ നമുക്ക് ആവർത്തിച്ച് നമ്മുടെ പ്രേക്ഷകരോട്, മലയാളികളോട്, മനുഷ്യരോട് എല്ലാവരോടും പറയേണ്ടി വരും. എന്തായാലും സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ മാറി മാറി വരികയാണ്. അല്പസമയം മണിക്കൂറുകൾക്ക് ഇടവേളകളിൽ തന്നെ അത് മുന്നറിയിപ്പുകളിൽ മാറ്റം വരുന്നുണ്ട്. ആ മുന്നറിയിപ്പുകൾ നമ്മൾ കൃത്യമായി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുമുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് നിലവിൽ 14 ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പാണ് നിലവിൽ ഉള്ളത്.